ഹലോ മച്ചന്മാരെ, ഇന്നലെ നമുക്കൊരു HP കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിൻഡോസ് 10 ചെയ്തു. ഇന്ന് നമുക്കൊരു HP കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിൻഡോസ് 11 ആണ് ചെയ്യാൻ വന്നത്. 840G3 ആണ് മോഡൽ, എലൈറ്റ് ബുക്ക്. ഇതിൽ നമുക്ക് കോൺഫിഗറേഷൻ വരുന്നത് i5 ആണ് പ്രൊസസ്സർ വരുന്നത്. 8GB RAM, 256GB SSD. നമ്മൾ ജസ്റ്റ് വിൻഡോസ് 11 ആണ് ഇന്ന് ചെയ്യുന്നത്. ചാർജർ കണക്ട് ചെയ്തു. 11 പെൻ ഡ്രൈവ് ഉണ്ട്. സെയിം അതുപോലെ നമ്മൾ കണക്ട് ചെയ്തു. F9 ബൂട്ട് കീസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിൻഡോസ് മാനേജറുണ്ട്, UEFI. ഇതാണ് നമ്മുടെ ബൂട്ട് മെനു. അതിൽ നമ്മൾ പെൻ ഡ്രൈവാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. UEFIയിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആരോ കീയിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്തു. വിൻഡോസ് 11 ഇപ്പോൾ ലോഡാവുന്നുണ്ട്, പെൻ ഡ്രൈവിൽ നിന്ന് ലോഡാവുന്നുണ്ട്. i5 ആണ് പ്രൊസസ്സർ വരുന്നത്. ലോഡായിട്ടുണ്ട്, വിൻഡോസ് ലോഡായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇത് വെച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. സെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ US തന്നെയാണ് എടുക്കുന്ന ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാണ്. ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ സെറ്റപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മൾ വിൻഡോസ് 11 ഇന്നലെ നമ്മൾ 10 പ്രോ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ 11 ഹോമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ വേരിയൻസ് അല്ലാതെ വരുന്നത്. ഓക്കെ, 64 ബിറ്റ് തന്നെയാണ്. അതിൽ വിൻഡോസ് 11 ഹോം സെലക്ട് ചെയ്തു, ജസ്റ്റ് എൻ്റർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്പേസ് കീ അടിച്ചാൽ മതി. സെലക്ഷൻ വരും, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനിലാണ് നമ്മൾ പാർട്ടീഷൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഡിസ്കിൽ പാർട്ടീഷൻസ് ആയിട്ട് കിടക്കുന്നതാണ് മുന്നേ ഉള്ളത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഓരോ ഡ്രൈവും സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുക്കുക. ടോട്ടൽ ഫ്രീ സ്പേസ് ആയിട്ട് 256 ആണുള്ളത്. ജസ്റ്റ് സെലക്ട് കൊടുത്ത് 2 ഡ്രൈവിനായിട്ടാണ് ചെയ്യുന്നത്. ഹാഫ് ആക്കാണ് നമ്മൾ. 244 എന്നുള്ളത് 122 ആണ് നമ്മൾ കൊടുക്കുന്നത്. സെക്കൻഡ് ഡ്രൈവ് അതുപോലെ ക്രിയേറ്റ് ചെയ്തു. ഇതിവിടെ വെച്ച് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോസ് ഇതിൽ പോയിട്ടൊന്നും രണ്ടാമത് ഡിവൈസ് മാനേജറിൽ പോയിട്ടൊന്നും ഫോർമാറ്റ് ചെയ്ത് ഓപ്പൺ ആക്കേണ്ട അവസ്ഥ വരില്ല. ഇവിടെ വെച്ച് തന്നെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി വിൻഡോസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഡ്രൈവും കാണും. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഫോർമാറ്റ് കൊടുത്തു. അതിനുശേഷം C ഡ്രൈവ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ചെയ്തു. ഫയൽ കോപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോപ്പിങ് കഴിഞ്ഞു, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി. നമ്മളിത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കോപ്പിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ 8% ആയിട്ടുണ്ട്.
23% ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റാമും അതുപോലെ പ്രൊസസ്സർ ജനറേഷൻ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് ഇന്നലെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. വിൻഡോസ് 11 വിൻഡോസ് 10 ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. സെവൻറ്റി 74% ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ 93% ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് റീബൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. 10 സെക്കൻഡ് ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. രണ്ടാമത് സിസ്റ്റം റീസ്റ്റാർട്ടായിട്ട് വരുന്നുണ്ട്.
ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. വിൻഡോസ് 11 ലോഡ് ആവുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 90% ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ കളർ റീജിയനൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നാൽ ചെയ്താൽ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കൊടുത്തു. ലാംഗ്വേജ് കീബോർഡ് ഇൻപുട്ട് ലാംഗ്വേജും സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ വേറെ ലാംഗ്വേജ് ഒന്നും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കുന്നില്ല, സ്കിപ്പാണ് ചെയ്യുന്നത്. ജസ്റ്റ് സെയിം ഇതിൽ നമ്മൾ വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഔട്ട്ലുക്ക് കോൺഫിഗറേഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾക്കൊക്കെ വിൻഡോസ് 11 പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റഡ് സെറ്റപ്പിൽ വെച്ചിട്ട് ചെയ്യാണ്, വൈഫൈ കണക്റ്റ് ആക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ പി സിക്ക് ഒരു യൂസർ നെയിം കൊടുക്കുകയാണ്. HP ലൈറ്റ്ബുക്ക് 840G3 അതിൻ്റെ പേര് തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്. പാസ്വേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് കൺട്രോൾ പാനലിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സെപ്പറേറ്റ് നിങ്ങൾക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് പണികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ചെറിയൊരു ടൈം, ഫ്യൂ മിനിറ്റ്സാണ് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ വിൻഡോസ് 11 ലോഗിൻ ആയിട്ട് വരും. ഏകദേശം ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ എലൈറ്റ് ബുക്കിൽ i5 ആണ് പ്രൊസസ്സർ വരുന്നത്. 6th ജനറേഷനാണ്. 6th ജനറേഷനിൽ i5 8GB RAM, 256GB ആണ് ഇപ്പോൾ നമ്മൾ SSD ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഇൻസ്റ്റാളേഷൻ ടൈം ഓൾമോസ്റ്റ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് 18-17 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തായാലും വിൻഡോസ് 11 കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത്ര ടൈമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ. അധികം ടൈം വേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ സ്റ്റെപ്സാണ് എല്ലാതും. ആർക്കായാലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. നമുക്കതിന് വേണ്ട ആദ്യം ജസ്റ്റ് ഒരു വിൻഡോസ് 11 ഒരു പെൻഡ്രൈവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബൂട്ട് ചെയ്ത് ആർക്കായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാ, അപ്പം അങ്ങനെ നമ്മൾ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ലോഗിനായി എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നോട്ടെ. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
5 ആണ് പ്രോസസ്സർ വരുന്നത്, 6th ജനറേഷനാണ്. അതിൽ 8 GB ആണ് റാം ചെയ്തിട്ടുള്ളത്. SSD പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, സ്റ്റോറേജ് നമ്മൾ കണ്ടല്ലോ പാർട്ടീഷൻ ക്രിയേറ്റ് ആക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.